ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ദിവസേന എല്ലാവർക്കും സാധാരണക്കാരായ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഏത് പ്രായത്തിലും ചെയ്യാൻ പറ്റുന്ന ഏതാനും കുറച്ച് എക്സസൈസുകളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഏതാനും കുറച്ച് എക്സസൈസുകളാണ് ചെയ്യുന്നത്. എല്ലാവരും എന്നോടൊപ്പം തന്നെ ചെയ്യുക. എല്ലാവരും അതിന് റെഡി ആയിട്ടിരിക്കുക. ഒന്ന് ചെറുതായിട്ട് നടന്നുകൊണ്ട് നമുക്ക് എക്സസൈസുകൾ തുടങ്ങാം. അത് ഏതൊരാൾക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമങ്ങളാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ, എന്നോടൊപ്പം തന്നെ ചെയ്യുകയും വേണം. നല്ലൊരു ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വ്യായാമങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. നല്ലൊരു ശരീരം വേണം, നല്ലൊരു ആരോഗ്യമുള്ളൊരു ശരീരം വേണം എന്ന് ആഗ്രഹിക്കാത്ത ഒരാളും ഇന്നില്ല. അതുകൊണ്ട് ഇന്ന് നല്ലൊരു ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടണം. ബുദ്ധിമുട്ടിയെങ്കിലല്ലേ നമുക്ക് എന്ത് സംഭവവും നേടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. അതൊരു ബുദ്ധിമുട്ടായിട്ട് കാണണ്ട, നമ്മൾ ദിനചര്യയിൽ ഒരു ഭാഗമായിട്ട് കണ്ടുകൊണ്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും കൂടെ ചെയ്യൂലേ? ഞാൻ തുടങ്ങിക്കോ. റെഡി? ശ്വാസം എടുക്കുക, വിടുക. എക്സസൈസുകൾ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യണം, അല്ലെങ്കിൽ അതൊരു മറ്റെന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് തീരും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്വാസം എടുക്കുക, വിടുക. അത് നമ്മുടെ വ്യായാമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. അതുകൊണ്ട് അത് ആരും മറക്കരുത്. ഇൻഹേൽ, എക്സേൽ. ഞാൻ അങ്ങനെ പറയുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷേ അത് ഓരോരുത്തരും അങ്ങനെ ചെയ്തുകൊണ്ട് വേണം വ്യായാമങ്ങൾ ചെയ്യേണ്ടത്. കൂട്ടത്തിൽ ചെയ്യുക, എണ്ണൊന്നുമില്ല, കുറച്ചങ്ങോട്ട് ചെയ്യുക. വൺ, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അടുത്തത് 1. ചെറുതായിട്ട് ചെയ്യുക. ആദ്യം ചെയ്യുന്ന ആൾ കുറച്ച് പൊക്കിയാൽ മതി കാല്, പിന്നെ സാവധാനം പൊക്കി കൊണ്ടുവന്നാൽ മതി. 1, 2, 3, 4, 5. കുറച്ചുകൂടെ പൊന്തിച്ചിട്ട് 1, 2, 3, 4, 5. ഇവിടെ കൈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ആദ്യമൊക്കെ ചെയ്യുന്ന ആൾ കുറച്ച് താഴോട്ട് കൈ വെച്ചിട്ട് 1, 2, 3 അത്ര ചെയ്യുക. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് കുറച്ചുകൂടെ പൊക്കിയിട്ട് 1, 2, 3. കൈ താത്തരുത്. പിന്നെ അതിൻ്റെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് 1, 2, 3. വയറുള്ള ആളുകൾ, ഷുഗറുള്ള ആളുകൾ എല്ലാവർക്കും ഏറ്റവും നല്ലൊരു വ്യായാമമാണ് ഇത്. നന്നായിട്ട് കാല് പൊക്കിയിട്ട് ഈ പാൻക്രിയാസിനൊക്കെ നല്ലൊരു മസാജ് കിട്ടാൻ, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങൾക്കൊക്കെ നല്ലൊരു മസാജ് കിട്ടാൻ ഏറ്റവും നല്ലൊരു എക്സസൈസാണ് ഇത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ കുറച്ച് സ്പീഡായി പോയിട്ടുണ്ടാവും. നിങ്ങൾ സാവധാനം ചെയ്താൽ മതി. പ്രത്യേകിച്ച് ബിഗിനേഴ്സൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത്ര സ്പീഡിലൊന്നും ചെയ്യാനാകുകയില്ല. അത്
മറ്റൊരാൾ ചെയ്യുമ്പോൾ വിചാരിക്കും ഈസിയാണെന്ന്, പക്ഷെ അത്ര ഈസി അല്ല. സാവധാനം ചെയ്ത് കൊണ്ടുവരും. ഞാൻ 10 പ്രാവശ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 5 ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെ ആരോഗ്യത്തിൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് ചെയ്യാം. അങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ ഞാൻ ചെയ്ത് അത്രയും വേഗം ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഇവരെ ചെയ്ത് അത്രയും വേഗം ചെയ്യാൻ പറ്റിയില്ലോ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ശരീരത്തിന് കഴിയുന്ന രീതിയിൽ മാത്രം ചെയ്യാം. നമ്മളിങ്ങനെ നിന്നുകൊണ്ട് 1 2 3 4 5 6 7 8 9 10 നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുന്നേരം 1 2 3 4 5 6 7 8 9 10 അങ്ങനെ ചെയ്യാം. എന്നിട്ട് 1 2 3 4 5 6 7 8 9 10 അതുപോലെ തന്നെ 1 2 3 4 5 6 7 8 9 10. ഇതൊരു ബിഗിനേഴ്സിന് അത്ര എളുപ്പമൊന്നുമല്ല. ഇങ്ങനെ വെക്കുമ്പോൾ മറിഞ്ഞൊക്കെ പോവും. അപ്പം മറിഞ്ഞ് വീഴാതൊക്കെ ശരീരത്തിൽ നല്ലൊരു സ്ട്രെച്ചിങ്, ഒരു വലിവ് ഇങ്ങനെ ശരീരത്തിന് മൊത്തം കിട്ടും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ വയറിൻ്റെ ഭാഗത്തൂടെ അങ്ങനെ നന്നായിട്ട് ശരീരത്തിന് മൊത്തം ഇങ്ങനെ 2 ഭാഗവും അങ്ങനെ നല്ലൊരു വലിച്ചിൽ വരും. കണ്ടില്ലേ, നമ്മൊരു വലിച്ചിൽ കിട്ടും ശരീരത്തിന്. അത് നല്ലൊരു എക്സസൈസ് ആണ്. പിന്നെ നമ്മുടെ കയ്യിൽ നല്ല വെയിറ്റ് ഉള്ളൊരു എന്തെങ്കിലും നല്ലതാണ്. അപ്പോൾ ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. 1 2 3 4 5 6 7 8 9 10. ഞാൻ അടുത്തത് ഇങ്ങനെ നിന്നിട്ട് 1 2 3 4 5 6 7 8 9 10. നമ്മൾ കുറച്ച് ഇരുന്നിട്ട് കുറേ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് റെസ്റ്റ് വേണ്ടേ. അപ്പോൾ ആ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടും കൂടിയായിട്ട് കുറച്ച് ഇങ്ങനെയുള്ള യോഗാസനങ്ങൾ കൂടി ചെയ്യാം. വയറ് നന്നായിട്ട് കാലിൻ്റെ തുടയിനോട് അമർത്തി പിടിക്കണേ.
അടുത്തത് വയറ് നന്നായിട്ട് വയറും തൊടയും കൂടി അമർത്തി വെച്ചിട്ട് ഈ വലത് കൈ ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ട് ഇടത് കാലിന് വലത് കൈ ചുറ്റി പിടിച്ചിട്ട് എന്നിട്ട് ഇടത്തെ കൈ ബാക്കോട്ട് വെച്ചിട്ട് 1 2 3 4 5 6 7 8 9 10 അങ്ങനെ കുറേ തവണ ചെയ്യാം. അതിന് വലത്തെ കാല് വയറിനോട് ഒട്ടിച്ച് പിടിച്ചിട്ട് ഓപ്പോസിറ്റ് കൈ കൊണ്ട് കാലിനെ ചുറ്റി പിടിച്ചിട്ട് വലത് കൈ അധികം ബാക്കോട്ട് പോകണ്ട, കുറച്ച് ബാക്കോട്ട് പോയാൽ മതി. ഇങ്ങനെ ഇങ്ങോട്ട് പോകണ്ട, ഇത്ര മതി. എന്നിട്ട് ഒട്ടിച്ച് പിടിക്കണം. എന്നിട്ട് 1 2 3 4 5 6 7 8 9 10 ഇനി അടുത്തത് ഈ കാല് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇടത്തെ കാല് വലത്തെ കാലിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് അതുപോലെ തന്നെ വലത്തെ മുട്ട് നമ്മളെ വയറിനോട് ഒട്ടിച്ച് പിടിച്ചിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ ഓപ്പോസിറ്റ് പിടിച്ചിട്ട് 1 2 3 4 5 6 7 8 9 10 ഇതൊക്കെ നല്ല ഷുഗറൊക്കെ ഉള്ള ആളുകൾക്ക് ഏറ്റവും നല്ലൊരു എക്സസൈസ് ആണ്. ഇവിടെയൊക്കെ അങ്ങനെ അതാകുന്ന സമയത്ത് ഈ പാൻക്രിയാസിനൊക്കെ നല്ലൊരു മസാജ് കിട്ടും. എന്നിട്ട് വലത്തെ കാല് ഇടത്തെ തുടേൻ്റെ അടിയിലേക്ക് വെച്ചിട്ട് ഇടത്തെ കാല് മുട്ട് വയറിനോട് അമർത്തി പിടിച്ചിട്ട് ഇടത്തെ കാലിന് വലത്തെ കൈ ചുറ്റി പിടിച്ചിട്ട് ഇടത്തെ കൈ ബാക്കോട്ട് വെച്ചിട്ട് ഒന്ന് പിരിഞ്ഞിരുന്നിട്ട് 1 2 3 4 5 6 7 8 9 10 ഒന്ന് കാലിന് തൊടുക, ഇങ്ങോട്ട് പിടിച്ച് കാലിങ്ങനെ ഇങ്ങോട്ട് പിടിച്ച് ഇതിങ്ങനെ തൊടുക. 1 2 3 4 5 അത് കുറേ തവണ ചെയ്യാം. ഞാൻ 5 തവണ ചെയ്തിട്ടുള്ളതൊക്കെ കുറേ തവണ ചെയ്യാം. ഇനി സാവധാനം എണീറ്റ് നമ്മൾ നിന്ന് കുറേ ചെയ്ത് പിന്നെ ഇരുന്ന് കുറച്ച് ചെയ്ത് ഒരു റെസ്റ്റും കൂടി എടുത്തതാണ്. ഇനി കാല് ഇങ്ങനെ വെച്ചിട്ട് 1 ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ഓപ്പോസിറ്റിലേക്കും ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 അത് ഇങ്ങനെയും ഇങ്ങനെ രണ്ട് ഭാഗത്തേക്കായിട്ട്. One, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇത് കൈക്കും ഈ ജോയിൻറ്റിനൊക്കെ നല്ലൊരു മസാജ് കിട്ടും. ജോയിൻറ്റിനൊക്കെ വേദന ഉള്ള ആളുകൾക്ക്, നീരൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ നല്ലൊരു വ്യായാമമാണത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 1, 2, 3, 4, 5, 6, 7, 8, 9,
10. നമ്മളൊരു ബ്രീത്ത് എക്സസൈസ് എടുക്കുക. ശ്വാസം എടുക്കുക, വിടുക. അത് കുറേ തവണ എടുക്കുക, നല്ലതാണ്. നമ്മൾ ചെറുതായിട്ടൊന്ന് നടന്ന് നോക്കുക അല്ലേ. 1 2 3 4 5 6 7 8 9 10. പിന്നെ ഈ 10 12 ഒക്കെ മിനിറ്റിലെ വീഡിയോസ് ആണ് ഇടുന്നത്. അത് എന്താ വെച്ചാൽ 10 മിനിറ്റ് പോരെ, 20 മിനിറ്റ് വേണം, 30 മിനിറ്റ് വേണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ മറ്റേ ഓരോരോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇട്ട വീഡിയോസ് ഇല്ലേ, അത് ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തത് ഓപ്പൺ ആക്കിയിട്ട് ചെയ്യുക, വീണ്ടും അടുത്തത് ഓപ്പൺ ആക്കിയിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്ത് തന്നെ മറ്റേതിലും ഓരോന്നിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നമല്ല. ചെയ്ത് തന്നെ ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. അത് എന്ത് തന്നെയായാലും ഒക്കെ ആരോഗ്യത്തിന് നല്ലത് തന്നെയാവുള്ളൂ. ഒന്നും ഒരു ദോഷവും ആവുകയില്ല. നല്ലൊരു ആരോഗ്യം, നല്ലൊരു ഷേപ്പുള്ള ശരീരം, നല്ലൊരു ആരോഗ്യം നമുക്ക് നമ്മുടെ ആ ശരീര അവയവങ്ങളെ എങ്ങനെ ചലിപ്പിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ ചലിപ്പിക്കാൻ പറ്റുന്ന ഒരു ആരോഗ്യാവസ്ഥയാണല്ലോ നമ്മുടെ ശരിക്കുള്ള ഒരു ആരോഗ്യം എന്ന് പറയുന്നത്. മറ്റേ കാല് വെക്കാൻ പറ്റില്ല, കൈ വെക്കാൻ പറ്റില്ല, ഒന്നിങ്ങനെ ആക്കാൻ പറ്റില്ല, എങ്ങനെ ആക്കാൻ പറ്റില്ല, എങ്ങനെ ആക്കാൻ പറ്റില്ല, എങ്ങനെ ആക്കാൻ, ഇങ്ങനത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നല്ലൊരു ആരോഗ്യമല്ലല്ലോ. അപ്പോൾ എങ്ങനെ എല്ലാ രീതിയിലും ചെയ്ത് നോക്കിയെങ്കിൽ നമുക്ക് നല്ലൊരു ആരോഗ്യം കിട്ടുള്ളൂ. ഉണ്ട് അങ്ങനെ നന്നായിട്ട് എല്ലാ തരത്തിലുള്ള വ്യായാമങ്ങളും ചെയ്ത് നോക്കുക. ഒന്ന് പറ്റൂലെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കരുത്. അപ്പം എല്ലാം പറ്റും എന്നുള്ള രീതിയിൽ എല്ലാം നോർമലായിട്ട് ചെയ്ത് നോക്കുക. അത്ര ഹാർഡായിട്ടൊന്നും ചെയ്യണ്ട, ഒക്കെ സ്പീഡ് കുറച്ചിട്ട്. അപ്പം ഞാനിത് ഇത്ര വേഗം അങ്ങനെയൊക്കെ അങ്ങോട്ട് ചെയ്യുന്നു. പക്ഷെ നിങ്ങൾക്ക് ഇത്രയേ ആവുള്ളൂ എങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, ഇത്രയേ ചെയ്യണ്ടൂ. അല്ലാണ്ട് അങ്ങനെ ഓവറായിട്ടൊന്നും ചെയ്യണ്ട. ഞാൻ പിന്നെ ചെയ്യുമ്പോൾ കുറച്ച് സ്പീഡിൽ അങ്ങോട്ട് ചെയ്തു പോകുന്നതാണ്. അങ്ങനെ ചെയ്താൽ മതി. ഞാനിത് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നില്ലേ, അങ്ങനെ വേണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഞാനിത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെയ്ത് ഇത്രയേ പറ്റുള്ളൂ. ഇത്ര ചെയ്താൽ മതി. ആദ്യം ഞാനത് ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്യുന്നില്ലേ, അങ്ങനെ നിങ്ങൾ ചെയ്യണ്ട. അപ്പം ഞാനിങ്ങനെ ചെയ്യുന്നതരാം. നിങ്ങൾക്ക് ഇത്രയേ ആവുള്ളൂ, ഇത്ര ചെയ്താൽ മതി. തുടക്കത്തിൽ ഞാനത് വേഗം ഇങ്ങനെ എടുത്ത് വേഗം ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യണ്ട. നിങ്ങൾ ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യുക. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, കണ്ടുകൊണ്ട് ചെയ്യുക. പിന്നെ നല്ലൊരു ആരോഗ്യത്തിന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കട്ടെ. എനിക്കും ചെയ്യാൻ എന്നും ഇങ്ങനെ കഴിയട്ടെ. എനിക്കും നല്ലൊരു ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ എനിക്കും ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഞാനും നിങ്ങളെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങളും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നല്ലൊരു ആരോഗ്യം കിട്ടട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ കുടുംബക്കാർക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. എന്നിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുക. എന്നോടൊപ്പം നിങ്ങളും ചെയ്യുക. എനിക്ക് ഒരുപാട് സന്തോഷമാണ്. നിങ്ങളെല്ലാം കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് കുറേ ആളുകൾ വീഡിയോസ് കാണുന്നുണ്ട്. എനിക്ക് ആ കാണുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. വീണ്ടും എൻ്റെ വീഡിയോസ് കാണുക, ചെയ്യുക. നല്ലൊരു ആരോഗ്യം എന്നിലൂടെ നിങ്ങൾക്കൊരാരോഗ്യം കിട്ടുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു സന്തോഷമാണ്. അതുകൊണ്ട് എല്ലാവരും എന്നോടൊപ്പം ചെയ്യാം. ഇനി ലാസ്റ്റിൽ ഒരു മെഡിറ്റേഷൻ, ഒരു സ്ട്രെച്ചിങ് കൊടുക്കുക. നമ്മളില്ലേ കാലിങ്ങനെ വെക്കുക, കൈ വെക്കുക. 1 2 3 4 5. ഇവിടെ കുറച്ചൊരു വേദനയൊക്കെ ഉണ്ടാവും കേട്ടോ, ഒന്നും കാര്യമാക്കണ്ട. കാല് വീതിയിൽ വെക്കുക. 1 2 3 4 5. ഇനി ഒരു മെഡിറ്റേഷൻ, അതായത് നമ്മുടെ
ശരീരത്തിന് മൊത്തം നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മുടെ കാല്, തുട, അര, വയറ്, നെഞ്ച്, ഷോൾഡർ, കൈകൾ, കഴുത്ത്, തല ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് നല്ലതായിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ മെഡിറ്റേഷനിൽ ഇരുന്നു കൊണ്ട് ശരീരം നല്ല റെസ്റ്റ് കൊടുത്തുകൊണ്ട് വ്യായാമം അവസാനിപ്പിക്കാം. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ.